നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പം ഇന്നൊരു ലിപ് കെയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ആ ഒരു ബ്ലാക്ക് കളറൊക്കെ പോയി നല്ല ഒരു കറുപ്പ് കളറായിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ പിഗ്മെൻറ്റേഷൻ, അതുമാതിരി വെയിലേറ്റാലും ഒക്കെ നമ്മുടെ സ്കിന്നിൽ മുഖത്ത് വരുമ്പോൾ അതിലേക്ക് ചുണ്ടിലും വരും. ചുണ്ട് വല്ലാതൊരു ഡാർക്ക് കളറായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഡാർക്ക് കളറിൻ്റെ ചുണ്ട് ഞാൻ പിക്ചർ ഫോട്ടോ എടുത്ത് വെച്ചത് നോക്കിയിട്ട് ഞാൻ അതിലേക്ക് നിങ്ങൾക്ക് ഇട്ടുതരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എൻ്റെ ചുണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആഴ്ചയിൽ ഒരു 2 വട്ടം വെച്ചിട്ട് നമ്മളിത് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ സ്കിൻ എപ്പോഴും നല്ലൊരു പിങ്ക് കളറായിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ ചുണ്ടിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ഇടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡാർക്ക് കളറായിരുന്നു എൻ്റെ ചുണ്ട് എന്നുള്ളത്. ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും തേച്ചിട്ടില്ല, നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഞാൻ ഇവിടെ എടുക്കണത് കുറച്ചൊരു പിഞ്ച് മതി കേട്ടോ. എന്തെടുക്കുകയെന്ന് വെച്ചാലും മിക്സ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട, അപ്ലൈ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. ഇതാ ഒരു പിഞ്ച് നെല്ലിക്കയുടെ പൊടി, അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് നെല്ലിക്കയുടെ പൊടി ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് നെല്ലിക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, രണ്ടും ഒരേ അളവായിരിക്കണം. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് ഒരു 1/4 സ്പൂൺ നിങ്ങൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നെല്ലിക്ക ഇല്ല പറഞ്ഞിട്ട് വിഷമിക്കേണ്ട, മഞ്ഞൾപ്പൊടി മതി നമുക്ക്. അത്രയും നല്ല റിസൾട്ടാണ്. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത് നോക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഹണിയാണ്. അപ്പോൾ ഹണി നമുക്ക് ഇതുപോലെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഹണി എടുക്കുക. അപ്പോൾ ഇതാ ഹണി ഞാൻ എടുത്തിട്ടുണ്ട്. ഹണി ഇത്തിരി കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹണി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഹണിയും പൊടിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ഇപ്പം ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, കട്ടിക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മസാജ് കൊടുക്കുക ചെറുതായിട്ടും. കണ്ടോ, ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും മഞ്ഞപ്പൊടി ഇടുക കാരണം മഞ്ഞ കളർ പിടിക്കുമെന്ന്. അങ്ങനെയുള്ള ആ ഒരു പ്രശ്നമേ വരില്ല. നിങ്ങളിത് ആഴ്ചയിൽ 2 വട്ടം ചെയ്താൽ മതി. അതുമാതിരി സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ മസാജ് ഒന്നും കൊടുക്കില്ല, ആ സമയത്ത് സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പിഗ്മെൻറ്റേഷൻ വന്ന ചുണ്ടാണെങ്കിലും നല്ലപോലെ പറഞ്ഞാൽ നല്ലപോലെ ആ ഒരു നമുക്ക് നമ്മുടെ ആ പിങ്ക് ബേബി ചുണ്ട് പോലെയുള്ള ആ ചുണ്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 3 ദിവസം മുമ്പാണ് ചെയ്തത്.
അപ്പോൾ ഇപ്പോൾ ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ അങ്ങോട്ട് ബ്ലാക്ക് കളർ ഭയങ്കരമായിട്ടില്ല. കാരണം എന്താ, നമ്മൾ ആഴ്ചയിൽ 2 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഒട്ടും സമയം കിട്ടാത്തവരാണ് ഒരു വട്ടമെങ്കിലും ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടിലുള്ള ആ മുരിച്ചിൽ പോകും. അതുമാതിരി ആ കറുത്ത് ഇരുണ്ടിരിക്കണ ചുണ്ടിനെയൊക്കെ ഒന്ന് മാറ്റിത്തരാൻ നല്ലപോലെ സഹായിക്കും. നല്ല അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് നമുക്കിത് അധികം പണിയില്ല. നമ്മളത് ഇരിക്കണ പൊടിയോ ജ്യൂസുകളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നെല്ലിക്കയുടെ പൊടി ഇല്ല എന്നിട്ട് പറഞ്ഞിട്ട് പേടിക്കേണ്ട. നെല്ലിക്കയുടെ ജ്യൂസ് നമുക്കൊരു എന്താ പറയുക, ഒരു 1/4 സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ കിട്ടുന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.